ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ലോ അക്കാദമി സമരം. ആ സമരം 25-26 ദിവസം പിന്നിടുമ്പോൾ വളരെ ഗൗരവതരമായ ഒരു പതനത്തിലേക്ക് അത് എത്തിച്ചേർന്നിരിക്കുന്നു. സമരത്തിന് പുതിയ വഴിത്തിരിവ് വന്നിരിക്കുന്നു. ലക്ഷ്മി നായരുടെ രാജി, അതും അവർ സ്വമേധയായി എഴുതുന്ന രാജി, നിർബന്ധമായും വേണം എന്ന നിലപാടെടുത്തുകൊണ്ടാണ് 5 വർഷം വിട്ടുനിൽക്കും ലക്ഷ്മി നായർ എന്ന മാനേജ്മെൻറ്റിൻ്റെ വാഗ്ദാനം ലംഘിച്ചുകൊണ്ട് വീണ്ടും SFIയിൽ നിന്ന് വ്യത്യസ്തമായി ശിഷ്ടവിഭാഗം വിദ്യാർത്ഥി സംഘടനകളും ഒപ്പം കെ മുരളീധരനും VV രാജേഷും നിരാഹാര സമരം തുടരുന്നത്. ആ നിലയ്ക്കുള്ള സമരം തുടരുന്നതിനിടയിൽ ഇന്ന് നമുക്ക് പത്രലോകം തരുന്ന പ്രധാനപ്പെട്ട വാർത്ത, ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം പരിഹാരത്തിൽ നിന്ന് കാതങ്ങൾ അകലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. പെട്ടെന്ന് പരിഹാരം കാണാൻ കഴിയാത്തവണ്ണം ലോ അക്കാദമി എന്ന സ്ഥാപനം തന്നെ, ആ ലോ കോളേജ് തന്നെ അനിശ്ചിതകാലത്തേക്ക് പൂട്ടിയ വാർത്തയാണ് നമ്മെ തേടിയെത്തുന്നത്. സമരത്തിൻ്റെ ഭാഗമായി ഇന്ന് കോളേജ് തുറക്കുമെന്ന് പറഞ്ഞെങ്കിലും സമരത്തിൻ്റെ ഭാഗമായി സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന നിലയ്ക്കുള്ള റിപ്പോർട്ടിനെ തുടർന്നാണ് ലോ കോളേജ് അനിശ്ചിതകാലത്തേക്ക് പൂട്ടാൻ തീരുമാനിച്ചത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദി കൂടുതലും സംഭവിക്കുന്നത് BJP കോൺഗ്രസ് നേതാക്കൾക്കായിരിക്കും. കെ മുരളീധരനും VV രാജേഷിനും അവരുടെ പ്രസ്ഥാനങ്ങൾക്കും. കാരണം ഇനി കോളേജ് തുറക്കുന്നത് വരെ, അല്ലെങ്കിൽ ലക്ഷ്മി നായർ സ്വമേധയാ രാജിവെക്കാൻ സന്നദ്ധത പ്രകാശിപ്പിക്കുന്നത് വരെ, അതും പോരല്ലോ, രാജിക്കത്ത് തന്നെ വേണം, രാജിവെക്കുന്നത് വരെ ഈ സമരം തുടർന്നു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഈ രണ്ടാളുകളുടെ ചുമരിലേക്ക് മാറ്റി നൽകിക്കൊണ്ട് കോളേജ് അനിശ്ചിതകാലത്തേക്ക് പൂട്ടിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് സമരഭൂമിയിൽ നിന്ന്, സമര സ്ഥലത്ത് നിന്ന് നമ്മെ തേടിയെത്തുന്ന പ്രധാനപ്പെട്ട വാർത്ത. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നിന്നിറങ്ങുന്ന കേരള കൗമുദിയുടെ ആദ്യ വാർത്ത, ലീഡ് വാർത്ത അതാവുക സ്വാഭാവികം. കാണുക, ലോ അക്കാദമി പൂട്ടി, സമരം തുടരും. സംഘർഷ സാധ്യത മുൻനിർത്തിയാണ് ലോ അക്കാദമി പൂട്ടിയത്. അനിശ്ചിതകാലത്തേക്ക് ക്ലാസ് ഇല്ല, അതാണ് കേരള കൗമുദി തരുന്ന വാർത്ത. വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് 26 ദിവസമായി അടച്ചിട്ടിരുന്ന ലോ അക്കാദമിയിൽ ഇന്ന് ക്ലാസുകൾ പുനരാരംഭിക്കുമെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചിരുന്നുവെങ്കിലും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അനിശ്ചിതകാലത്തേക്ക് കോളേജ് അടച്ചു. എന്നാൽ നിരാഹാരവും സമരവും തുടരുമെന്ന് വിദ്യാർത്ഥികളും നേതാക്കളും അറിയിച്ചു. കോൺഗ്രസ് MLA കെ മുരളീധരൻ 5 ദിവസമായും BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷ് 6 ദിവസമായും അക്കാദമിക്ക് മുന്നിൽ നിരാഹാരമനുഷ്ഠിക്കുകയാണ്. അനുകൂല തീരുമാനമുണ്ടാകാതെ പിന്തിരിയില്ല എന്ന് നേതാക്കളും വിദ്യാർത്ഥികളും വ്യക്തമാക്കിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടുമ്പോൾ പിന്നീട് സമരക്കാർക്ക് ഏക ആശ്രയം ബാഹ്യ ലോകത്തേക്ക് തുറന്നിരിക്കാൻ ഏക ആശ്രയം മാധ്യമങ്ങൾ മാത്രമാണ്. അങ്ങനെ മാധ്യമങ്ങളും ഒരു വിഭാഗം രാഷ്ട്രീയക്കാരും ഒരു വിഭാഗം വിദ്യാർത്ഥികളും നടത്തുന്ന സമരം അനിശ്ചിതമായി പൂട്ടിയ കോളേജിൻ്റെ പടിക്കൽ തുടരും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇതിനിടയിൽ ഈ സമരത്തിൻ്റെ സവിശേഷതകൾ വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്തകളും നമുക്ക് ഇന്ന് പത്രത്താളുകളിൽ വായിക്കാനാകും. ഈ സമരം ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ ഗൗരവതരമായ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നു എന്നാണ് മാധ്യമം എന്ന പത്രം നിരീക്ഷിക്കുന്നത്. അതിൻ്റെ ആദ്യപുറം വാർത്തയിൽ മാധ്യമം പറയുന്നത്, ഈ സമരം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് LDFൽ CPMനും CPIക്കും ഇടയിൽ സമീപന വ്യത്യാസം രൂപം കൊള്ളുകയും ആ ആശയ വ്യത്യാസത്തിൻ്റെ ഭൂമികയിൽ ഇരുകൂട്ടരും ഉറച്ചു നിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇവർക്കിടയിൽ വലിയ ഭിന്നത രൂപം കൊണ്ടിരിക്കുന്നു എന്നാണ്. ആ ഭിന്നതയുടെ ഭാഗമായി CPM ഒറ്റപ്പെട്ടിരിക്കുന്നു മുന്നണിയിൽ
എന്നാണ് മാധ്യമം നിരീക്ഷിക്കുന്നത്. മാധ്യമം പറയുന്നത് കേട്ടാൽ മുന്നണിയിൽ CPM-ഉം കഴിഞ്ഞാൽ പിന്നെ CPI മാത്രമേ ഒരു ഘടകകക്ഷിയായി ഉള്ളൂ എന്ന് തോന്നും. ഏതായാലും ഭിന്നത മറനീക്കി മുന്നണി ഒറ്റപ്പെട്ട് CPM-ഉം മുഖ്യമന്ത്രിയും കൂടി ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് മാധ്യമം നിരീക്ഷിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ KS ശ്രീജിത്ത് തരുന്നത് ഇങ്ങനെയാണ്. ലോ അക്കാദമി വിഷയത്തിൽ CPM ഭിന്നത മറനീക്കി പുറത്ത്. IAS വിജിലൻസ് ഡയറക്ടർ പോരിൽ ജേക്കബ് തോമസിനെ മുഖ്യമന്ത്രി പൂർണ്ണമായും പിന്തുണച്ചതോടെ മുതിർന്ന സിവിൽ ഉദ്യോഗസ്ഥന്മാർ കടുത്ത അസംതൃപ്തിയിലാണ്. ഇതിനിടെ സ്വാശ്രയ കോളേജ് വിഷയവും സർക്കാരിന് തലവേദനയായി. നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണുവിൻ്റെ ആത്മഹത്യയിൽ മുഖ്യമന്ത്രിക്കെതിരെ മാതാപിതാക്കൾ രംഗത്ത് വരികയും പ്രത്യക്ഷ സമരത്തിനിറങ്ങുമെന്ന് മാതാവ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സംഭവഗതികളുടെ പശ്ചാത്തലത്തിൽ നടന്ന ലോ കോളേജിലെ പ്രക്ഷോഭം സമരം അത് CPM-നെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ് മാധ്യമം വിലയിരുത്തുന്നത്. മാധ്യമത്തിൻ്റെ ഈ കൺക്ലൂഷൻ ഒഴിവാക്കി നിർത്തിയാൽ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗൗരവതരമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രഹേളികകൾ എന്ത് എന്ന് മാധ്യമവും നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. കാരണം സ്വാശ്രയ കോളേജുകൾക്കെതിരെ VC-മാരുടെ യോഗം വിളിച്ചുകൂട്ടി ഗൗരവതരമായ നടപടികളിലേക്ക് മുഖ്യമന്ത്രി നീങ്ങുന്നു. സ്വാശ്രയ കോളേജുകളിൽ നിർബന്ധമായും മോണിറ്ററിംഗ് ഉണ്ടാകുമെന്ന് മാത്രമല്ല വിദ്യാർത്ഥി സംഘടനകളും ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ സ്വാശ്രയ കോളേജുകൾക്ക് തങ്ങളുടെ ഏകപക്ഷീയമായ നിലപാടുകൾ വിദ്യാർത്ഥികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാശ്രയ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ഈ സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും എതിരെ നിലപാട് സ്വീകരിക്കുക സ്വാഭാവികം തന്നെയാണ്. അതുകൊണ്ടും തീർന്നില്ല. IAS ഉദ്യോഗസ്ഥരുടെ വിമത സ്വഭാവവും പുതിയ പ്രശ്നം സർക്കാരിനെതിരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഭരണരംഗത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് പ്രധാനം തിരഞ്ഞെടുക്കപ്പെട്ടവരെക്കാൾ എന്ന നിലയ്ക്കുള്ള പ്രമത്തതയുണ്ടല്ലോ, ആ പ്രമത്തതയ്ക്കെതിരെ ലഭിച്ച മാരക പ്രഹരമായിരുന്നു വിജിലൻസ് ഡയറക്ടറെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട്. അത്തരമൊരു സാഹചര്യത്തിൽ IAS കേമന്മാർ കൂടി സർക്കാരിനെതിരെ വന്നിരിക്കുന്നു. അത് മാധ്യമവും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വാശ്രയ കോളേജിൻ്റെ ഗണത്തിൽപ്പെടുത്തി ലോ അക്കാദമിയുടെ കീഴിലുള്ള ലോ കോളേജിനെ അപഹസിക്കുന്നത് ശരിയായിരിക്കില്ല. നമുക്കിവിടെ സമുദായ സംഘടനകൾ നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും അടക്കമുള്ള സ്വാശ്രയ സ്ഥാപനങ്ങളുണ്ട്. ജന്മം കൊണ്ട നാൾ മുതൽ തന്നെ അവയൊക്കെ ക്യാപിറ്റേഷൻ ഫീ വാങ്ങിക്കൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്നത് അവരുടെ കോട്ടയിൽ. അതുമാതിരി തന്നെ അധ്യാപക നിയമനത്തിന് വർഷങ്ങളായി അവർ പണം പിരിക്കുന്നുണ്ട് എന്നത് എല്ലാവർക്കും പരസ്യമായി അറിയാവുന്ന രഹസ്യമാണ്. ഈ ദൃശ്യ സംഭവങ്ങളൊന്നും ഇല്ലാത്ത കഴിഞ്ഞ 50 വർഷങ്ങളായി ഇതൊന്നുമില്ലാതെ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന സ്ഥാപനമാണ് ലോ അക്കാഡമിയുടെ കീഴിലുള്ള ലോ കോളേജ് എന്ന് നമുക്കറിയാം. അത്തരം പാരമ്പര്യമുള്ള സ്ഥാപനത്തെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്ന, വിദ്യാഭ്യാസത്തെ തികച്ചും വ്യവസായമാക്കി പണസമ്പാദന മാർഗമാക്കി മാറ്റിയിരിക്കുന്ന ഇതര സ്വാശ്രയ കോളേജുമായി തുലനം ചെയ്യാനാണ് ഒരളവോളം മാധ്യമലോകം പോലും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി നായരുടെ ഇഷ്യൂ ഒഴിവാക്കി കഴിഞ്ഞാൽ ലോ കോളേജിനെ കുറിച്ച് അന്നും ഇന്നും വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഇപ്പോഴവിടെ സമരത്തിന് കിടക്കുന്ന കെ മുരളീധരന് പോലും ഉണ്ടാകില്ല. സത്യത്തിൽ കെ കരുണാകരനാണ് ആ ഭൂമി ലോ കോളേജിന് പതിച്ചു നൽകിയ ആൾ. MN ഗോവിന്ദൻ നായരാണ് ആ ഭൂമി ആദ്യമായി ക്രമം വിട്ട് തന്നെ അക്കാഡമിക്ക് നൽകിയ ആൾ. അതായത് MN ഗോവിന്ദൻ നായർ എന്ന CPI നേതാവ് അത് നൽകി, കെ കരുണാകരൻ എന്ന കോൺഗ്രസ് നേതാവ് അത് പതിച്ചു നൽകുകയും ചെയ്തു. എന്നിട്ടാണ് അച്ഛൻ നൽകിയ ഭൂമി, പതിച്ചു നൽകിയ ഭൂമി തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കെ മുരളീധരൻ സമരം ചെയ്യുന്നത്.
തങ്ങളുടെ അനിഷേധ്യ നേതാവായ എം.എൻ. ഗോവിന്ദൻ നായർ വഴിവിട്ട് നൽകിയ ഭൂമി, അങ്ങനെയും നമുക്ക് വിലയിരുത്താവുന്നതാണ്. അദ്ദേഹം ആ ഭൂമി അപ്പോൾ നൽകുമ്പോൾ കൃഷി വകുപ്പല്ലാതെ റവന്യൂ വകുപ്പ് അത് അറിഞ്ഞിരുന്നതേയില്ല എന്ന് ഗൗരിയമ്മ തന്നെ സാക്ഷ്യം നിൽക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ അതിനെ എതിർത്തുകൊണ്ട് CPI-ക്കാർ തന്നെ പന്ന്യൻ രവീന്ദ്രനും കാനം രാജേന്ദ്രനും ബിനോയ് വിശ്വവുമൊക്കെ രംഗത്ത് വരുമ്പോൾ ചരിത്രത്തിൻ്റെ പഴയ താളുകൾ അവരൊന്ന് മറിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. നാം ഒരു സ്വാശ്രയ കോളേജിനെ താരതമ്യം ചെയ്യേണ്ടത് മറ്റൊരു സ്വാശ്രയ കോളേജുമായി ബന്ധിപ്പിച്ചാണ്. അങ്ങനെയാണെങ്കിൽ തലയെടുപ്പുള്ള അഴിമതിയുടെ കറ പുരളാത്ത ഒരു സ്വാശ്രയ സ്ഥാപനം തന്നെയാണ് ലോ അക്കാദമിയുടെ താഴെയുള്ള ലോ കോളേജ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ബാക്കി എല്ലാ കാര്യങ്ങളും ലക്ഷ്മി നായരടക്കം ഉള്ള എല്ലാ കാര്യങ്ങളും വഴിയെ പരിഹരിക്കാവുന്നതാണ്. പക്ഷേ ഒരു സ്ഥാപനത്തിൻ്റെ അന്തസ്സിനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്ന ആ രീതിയുണ്ടല്ലോ, അതിൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം മറന്നേക്ക് പുറത്തേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി താക്കീതിന് ശബ്ദത്തിൽ പറഞ്ഞു, 59 ചൂണ്ടിക്കാട്ടി ഞങ്ങളെ ഭയപ്പെടുത്തേണ്ട, വിമോചന സമരത്തെയും കേന്ദ്ര ഇടപെടലുകളെയും കുറിച്ച് പറഞ്ഞ് ആരും ഞങ്ങളെ ഭയപ്പെടുത്തേണ്ട എന്ന കർശനമായ രാഷ്ട്രീയ നിലപാടിലേക്ക് കേരള രാഷ്ട്രീയം എത്തിയിരിക്കുന്നു. ഒരു വശത്ത് 59 ചൂണ്ടിക്കാട്ടുന്ന ശക്തികളും മറുവശത്ത് അതിനെ ചെറുക്കുന്ന ശക്തികളും എന്ന നിലയ്ക്ക് രാഷ്ട്രീയമായ ഒരു വിഭജനം കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്നു ലോ കോളേജിനെ മുൻനിർത്തി. അതാണ് അതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയം. ആ സാഹചര്യത്തിലാണ് CPM-നെയും മുഖ്യമന്ത്രിയെയും ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എന്ന് സമരവുമായി ബന്ധിപ്പിച്ച് മാധ്യമം നിരീക്ഷിക്കുന്നത്. മാധ്യമത്തിൻ്റെ ഒന്നാം പുറത്ത് സർക്കാർ ഞങ്ങളെ വിരട്ടാൻ വരേണ്ട എന്ന നിലയ്ക്കുള്ള പിണറായി വിജയൻ്റെ പ്രസ്താവന, മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും അവർ തരുന്നുണ്ട്. അതിങ്ങനെയാണ്: തിരുവനന്തപുരം ലോ അക്കാദമിയുടെ ഭൂമി തിരിച്ചു പിടിച്ച് പഴയ ഉടമയായ നടരാജൻ പിള്ളയുടെ കുടുംബത്തെ ഏൽപ്പിക്കാൻ സർക്കാരിന് സാധ്യമല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP-ക്കൊപ്പം കൂടി സർക്കാരിനെ വിഷമിപ്പിക്കാമെന്ന് ആരും കരുതേണ്ട എന്നും വിരട്ടാൻ വരണ്ട എന്നും DYFI അഖിലേന്ത്യാ സമ്മേളന സമാപനത്തിൽ സംസാരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. ആ നിലയ്ക്ക് ഗൗരവതരമായ ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു ഈ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലെന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഇന്ന് സിൻഡിക്കേറ്റിൻ്റെ യോഗമാണ്. സിൻഡിക്കേറ്റിൻ്റെ യോഗം കൂടുമ്പോൾ അത് നേരത്തെ തീരുമാനിച്ച യോഗമല്ല, 10-ാം തീയതി നടത്താനിരുന്ന യോഗം ഈ പ്രശ്നത്തെ മുൻനിർത്തി നേരത്തെ വയ്ക്കുകയാണ്. ലോ അക്കാദമി കേരള സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ അടിയന്തര യോഗമായി നേരത്തെ തീരുമാനിച്ച യോഗം മാറിയിരിക്കുന്നു. ആ വാർത്ത ദീപിക തരുന്നു. അവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ലോ കോളേജിനെ സംബന്ധിച്ച വിഷയം തന്നെയാണ്. ആ ദീപിക വാർത്ത നമുക്ക് ഇങ്ങനെ കാണാം: അടിയന്തര യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് 6 UDF സിൻഡിക്കേറ്റ് അംഗങ്ങൾ സർവകലാശാലയ്ക്ക് കത്ത് നൽകിയതിനെ തുടർന്നാണ് ഈ മാസം 10-ന് നടക്കാനിരുന്ന യോഗം നേരത്തെയാക്കിയത്. ലോ അക്കാദമി വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിനായി കേരള സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ അടിയന്തര യോഗം ഇന്ന് രാവിലെ 10-ന് ചേരും എന്ന് പറയുമ്പോൾ നാളെയും ഇതേ സംബന്ധിച്ച് വാർത്തകൾ നമുക്ക് ലഭിക്കും എന്നർത്ഥം. നാളെ KPCC-യുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധവും ഇതുമായി ബന്ധിപ്പിച്ച് നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെയാണ് വാർത്തകൾ നമ്മോട് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ലക്ഷ്മി നായരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഒപ്പം ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രംഗത്ത് വന്നിരിക്കുന്നതിന് കാരണം, എന്തുകൊണ്ട് ലക്ഷ്മി നായർ രാജിവെക്കണം, സ്വമേധയാ രാജിവെച്ച് പുറത്തേക്ക് പോകണം, അഥവാ ലക്ഷ്മി നായരെ ആ സ്ഥാപനത്തിൻ്റെ പഠന ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കിയേ ഞങ്ങൾ അടങ്ങൂ, കീഴടങ്ങിയാൽ പോരാ, ആത്മഹത്യ കൂടി ചെയ്യണം എന്ന നിലയ്ക്കുള്ള നിലപാട് എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്നു? അതേ സംബന്ധിച്ച് ലക്ഷ്മി നായർ വിശദമായി ഒരഭിപ്രായവും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏകപക്ഷീയമായാണ് നാം വാർത്തകൾ കണ്ടത്, വാർത്തകൾ വായിച്ചത്. മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഇതേ സംബന്ധിച്ച് ലക്ഷ്മി നായരെ അപകീർത്തിപ്പെടുത്തുന്ന ധാരാളം വാർത്തകൾ വന്നു. അവർ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ അളവുകളെപ്പോലും കുറിച്ച് പോലും ചർച്ചകൾ വരികയുണ്ടായി. ആ സാഹചര്യത്തിൽ ലക്ഷ്മി നായർ ഇന്ന് തുറന്നടിക്കുന്നു താൻ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ ചെയ്തത്,
ഏത് കാര്യത്തിൻ്റെ മേലാണ് വിദ്യാർത്ഥിനികൾ അവരെ എതിർക്കാൻ ഒത്തുകൂടിയിരിക്കുന്നത് എന്ന് ആത്മപരിശോധന എല്ലാവരും നടത്തേണ്ട ഒരു വെളിവാക്കലാണ് ലക്ഷ്മി നായർ മംഗളത്തിൻ്റെ ആദ്യ വാർത്തയിൽ നടത്തിയിരിക്കുന്നത്. നമുക്ക് വാസ്തവത്തിൽ പുതുമ നിറഞ്ഞിട്ടുള്ള ആ വെളിവാക്കലിൻ്റെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. വാശിയുടെ നിലവാരം വിട്ട് ദുർവാശിയുടെ നിലവാരത്തിലേക്ക് ഈ സമരം കടന്നു പോകുന്നതിന് കാരണം ലക്ഷ്മി നായർ തുറന്നടിക്കുന്നത് കാണുക. മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു, സമരക്കാരുടെ ആവശ്യം ലോ അക്കാദമിയെ ലവ് അക്കാദമി ആക്കാൻ. കൊന്നാലും രാജിവെക്കില്ല എന്നും രാഷ്ട്രീയക്കാർ സഹായിച്ചിട്ടില്ല എന്നും എപ്പോഴെങ്കിലും രാഷ്ട്രീയ പ്രവേശനം താൻ നടത്തുകയാണെങ്കിൽ അത് CPM-ലൂടെ ആയിരിക്കുമെന്നുമൊക്കെ ലക്ഷ്മി നായർ പറഞ്ഞിരിക്കുന്നു. മിഥുൻ സുധാകരൻ ആ വാർത്ത തരുന്നത് ഇങ്ങനെ: ലോ അക്കാദമി വിഷയത്തിൽ സമരക്കാരുടെ ആവശ്യത്തെ തുടർന്നാണ് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നത് എന്നും പിന്നെ എന്തിനു താൻ രാജിവെക്കുന്നത് എന്നും ലക്ഷ്മി നായർ. ലോ അക്കാദമിയെ ലവ് അക്കാദമിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരാണ് സമരത്തിന് പിന്നിലെന്ന് ലക്ഷ്മി നായർ ആരോപിച്ചു. പഠിക്കേണ്ട സമയത്ത് ക്യാമ്പസിനുള്ളിൽ പ്രണയം വേണ്ടെന്ന സദുദ്ദേശപരമായ തീരുമാനത്തിൻ്റെ ഫലമാണ് താൻ അനുഭവിക്കുന്നത്. ഒരു കാലത്ത് തൻ്റെ ആനുകൂല്യങ്ങൾ പറ്റിയവരാണ് ഇപ്പോൾ തിരിഞ്ഞു നിന്ന് കുത്തുന്നതെന്നും അവർ പറയുകയുണ്ടായി. ആൺകുട്ടികളും പെൺകുട്ടികളും സംസാരിക്കുന്നതിൽ എതിരല്ല, എന്നാൽ ക്യാമ്പസ് സമയം കഴിഞ്ഞ് ക്ലാസ് മുറികളിൽ ആൺകുട്ടിയും പെൺകുട്ടികളും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നതാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവരുടെ ആവശ്യം. അർഹതയില്ലാത്തവർക്ക് ഹാജരും ഇൻറ്റേണൽ മാർക്കും നൽകണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഇതെല്ലാം ചോദ്യം ചെയ്താൽ പിന്നെ പ്രിൻസിപ്പൽ രാജിവെക്കണമെന്നായി. മതിയായ യോഗ്യതയില്ലാത്ത വിദ്യാർത്ഥികളെപ്പോലും മനുഷ്യത്വത്തിൻ്റെ പേരിൽ സഹായിച്ചിട്ടുണ്ട്. അതിര് വിട്ട രീതിയിലുള്ള ലവ് അക്കാദമിയാക്കി ലോ അക്കാദമിയെ മാറ്റാൻ നടത്തുന്ന ശ്രമമാണ് ഈ സമരത്തിന് പിന്നിൽ എന്ന ലക്ഷ്മി നായരുടെ ഉള്ളിൽ പുകയുന്ന ആ രഹസ്യം പരസ്യപ്പെടുത്തിയിരിക്കുന്നു മംഗളത്തിലൂടെ അവർ ഇന്ന്. അത് പുതിയൊരു മാനം ഈ സമരത്തിന് നൽകുന്നുമുണ്ട്. ഇതാണ് ലോ അക്കാദമിയിൽ നമുക്ക് ഇന്ന് ലഭിക്കുന്ന വാർത്തകളെങ്കിൽ, ഇന്ന് മംഗളത്തിൻ്റെ 1-ാം പേജ് ഗൗരവതരമായൊരു വാർത്ത തരുന്നു. അഴിമതിയിൽ മുങ്ങി RCC വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം. ഒരുതരം ഭേദപ്പെട്ട രീതിയിൽ നടക്കുന്നതാണ് നമ്മുടെ RCC ആശുപത്രി. ഒരുപക്ഷെ കേരളത്തിലെ മാത്രമല്ല, തെക്കേ ഇന്ത്യയിലെ അർബുദ രോഗികൾക്കൊരു അഭയസ്ഥാനം കൂടിയാണത്. അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആ വാർത്ത മംഗളം ഇന്ന് 1-ാം പുറത്ത് തരുന്നു. നമുക്ക് ആ വാർത്തയുടെ അത്രത്തോളം ആശാസ്യകരമല്ലാത്ത ഉള്ളടക്കത്തിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. റീജിയണൽ ക്യാൻസർ സെൻറ്റർ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കൂത്തരങ്ങായി മാറിയെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ പരാതി. AU രഞ്ജിത്താണ് അത് മംഗളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അഴിമതി ചൂണ്ടിക്കാട്ടുന്നവർക്കെതിരെ ഫിനാൻസ് കൺട്രോളറുടെ നേതൃത്വത്തിൽ പ്രതികാര നടപടിയാണ് ഉണ്ടാകുന്നതെന്നും കമ്പ്യൂട്ടറുകളും CCTVയും വാങ്ങിയതിൽ കോടികളുടെ വെട്ടിപ്പ് നടന്നു എന്നും കാട്ടി അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്ന് മലയാള പത്രങ്ങൾ തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ശശികല എന്ന തോഴി ജയലളിത എന്ന അന്തരിച്ച രാജ്ഞിയുടെ കസേരയിൽ കയറിയിരുന്ന വാർത്തയാണ്. മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. AIDMKയുടെ നേതാവിനപ്പുറം അവർ മുഖ്യമന്ത്രിയായി തീരാൻ തീരുമാനമെടുത്തിരിക്കുന്നു. വഴിമാറി പനീർശെൽവം ശശികല തന്നെ തലൈവി എന്ന ശീർഷകത്തിൽ ആ വാർത്ത മലയാള മനോരമ ലീഡാക്കിയിരിക്കുന്നു. തമിഴകമിനി ചിന്നമ്മ ഭരിക്കും. നിയമസഭാ കക്ഷി നേതാവായും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തതോടെ DMK ജനറൽ സെക്രട്ടറി ശശികല തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നാളെയോ മറ്റന്നാളോ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. നയം മാറ്റാതെ BJP ശശികലയ്ക്ക് പിന്തുണ നൽകി. തമിഴ്നാട്ടിൽ ജയലളിതയുടെ പിൻഗാമിയായി ശശികലയെ എത്തുമ്പോഴും BJP നയത്തിൽ മാറ്റമില്ല. DMKയുടെ സുസ്ഥിര സർക്കാരിന് പിന്തുണ എന്ന നിലപാട് തുടരുകയാണ് പാർട്ടി കേന്ദ്രങ്ങൾ. ഏതായാലും ജനം വോട്ട് ചെയ്തത് ആരെയെങ്കിലും മുഖ്യമന്ത്രി ആക്കാനല്ല, അടുക്കളക്കാരിയെ മുഖ്യമന്ത്രിയാക്കാനല്ല എന്ന് സ്റ്റാലിൻ. ജനതാൽപര്യത്തിന് വിരുദ്ധമായെന്ന് ശശികലയെ മുഖ്യമന്ത്രിയാക്കുന്നത് എന്ന് DMK വർക്കിംഗ് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായ MK സ്റ്റാലിനും അവിടെ തുറന്നടിച്ചിരിക്കുന്നു. അതും തന്നിരിക്കുന്നു ഇന്ന് മലയാള മനോരമ അതിൻ്റെ 1-ാം പുറത്ത്. ഏതായാലും പഴയ തോഴി പുതിയ മുഖ്യമന്ത്രിയായി തീരുമ്പോൾ ഒരു വലിയ അപഹാസ്യത ആ കാര്യത്തിലുണ്ട് എന്നാരും സമ്മതിക്കും. എന്നാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ
അങ്ങനെയൊക്കെയാണ്. ഇതാ പുതിയ പ്രശ്നം വന്നിരിക്കുന്നു. ജയയുടെ ജന്മദിനത്തിൽ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നത് ദീപ എന്ന ജയലളിതയുടെ ചേട്ടത്തിയുടെ മകളാണ്, ജയലളിതയുടെ ബന്ധു. അവർ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു. മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ പിറന്നാൾ ദിനമായ ഫെബ്രുവരി 24-ന് പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് സഹോദരപുത്രി ദീപ പറഞ്ഞു. അങ്ങനെ ദീപ പറഞ്ഞപ്പോൾ അവർക്ക് പിന്നിലും ആളുകൾ അണിനിരന്നു. ഈ കുമ്പിട്ട് നിൽക്കാൻ വലിയ താല്പര്യമുള്ളവരാണ് അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ. അങ്ങനെ കുമ്പിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ദീപ എന്ന നന്നേ ചെറുപ്പക്കാരിക്ക്, ഒരുപക്ഷെ ജയലളിതയോട് വലിയ സാമ്യമുള്ള ദീപയ്ക്ക് ഒരു പേരും ചാർത്തിക്കൊടുത്തു. ഇളയ പുരക്ഷി തലൈവി എന്ന പേരാണ് ചാർത്തിക്കൊടുത്തിരിക്കുന്നത്. ആ നിലയ്ക്ക് വലിയ വലിയ തമാശകളിലേക്ക് നീങ്ങുന്നു തമിഴ്നാട് രാഷ്ട്രീയം. ഈ വാർത്ത മനോരമയ്ക്ക് പുറമെ ഹിന്ദു, തേജസ്, ദീപിക, ഡെക്കാൻ ക്രോണിക്കിൾ, ജന്മഭൂമി, ചന്ദ്രിക, സുപ്രഭാതം, മാധ്യമം എന്ന പത്രങ്ങൾ കൂടി പ്രധാനപ്പെട്ട ലീഡ് വാർത്തയാക്കി നമുക്കിന്ന് തന്നിരിക്കുന്നു. ഇന്ന് ദേശാഭിമാനി അതിൻ്റെ ലീഡ് വാർത്തയാക്കി തരുന്നത് ഒരു ഗൗരവതരമായ വിഷയമാണ്. 3 ലക്ഷത്തിന് മേൽ പണമിടപാട് നടന്നാൽ 100% പിഴ നൽകേണ്ടി വരും. 3 ലക്ഷം വരെ പണമായി നൽകാവൂ. ബാക്കി ചെക്കോ, ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫറോ ആണ് നടത്തേണ്ടത്. അതൊക്കെ സർക്കാർ അറിഞ്ഞുള്ള കാര്യങ്ങളാണ്. എന്നാൽ അതിനുശേഷവും പണമായി നൽകിയാൽ നൽകുന്ന പണത്തിന് സമമായ ആ തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു. വാർത്ത കാണുക. 3 ലക്ഷം രൂപയ്ക്ക് മേലുള്ള ഇടപാടുകൾ കറൻസിയിൽ നടത്തിയാൽ പണം കൈപ്പറ്റുന്നവർ അത്ര തന്നെ തുക പിഴയൊടുക്കേണ്ടി വരുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു. ദേശാഭിമാനി കഴിഞ്ഞാൽ മംഗളം എന്ന പത്രമാണ് ഇത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. സർക്കാരിനെ വിമർശിക്കണമെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തിരിക്കണം പറയുന്നത് സുപ്രീം കോടതിയാണ്. അതൊരു നിർബന്ധ ബുദ്ധി സുപ്രീം കോടതി കാണിച്ചിരിക്കുന്നു. എത്രത്തോളം നിലനിൽക്കും ചീഫ് ജസ്റ്റിസിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ആ കോടതി ആ നിരീക്ഷണം എന്ന് നമുക്കറിയില്ല. എങ്കിലും കൗതുകകരമായ വാർത്ത സിറാജ് എന്ന പത്രം 1-ാം പുറത്ത് തരുന്നു. വോട്ട് ചെയ്യാത്തവർക്ക് സർക്കാരിനെ വിമർശിക്കാനാകില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്തവർക്ക് സർക്കാരിനെ വിമർശിക്കാൻ അവകാശമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇന്ന് പത്രലോകം നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. കീഴ്വഴങ്ങി നിൽക്കരുത്, ആരുടെ മുന്നിലും കുമ്പിടരുത്, ഇതൊക്കെയാണ് ദ്രാവിഡ വീക്ഷണങ്ങളായി നമുക്ക് മുൻകാലഘട്ടങ്ങളിൽ സത്യത്തിൽ DK മുതൽ ഉയർത്തിപ്പിടിച്ച ധാർമ്മിക ചിന്ത. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കിന്നറിയാം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ മാറി മാറി വരുന്ന സ്ത്രീകളുടെ പാവാടയുടെ തുമ്പിൽ കുമ്പിട്ട് നിൽക്കുകയാണ് എന്ന്. ഇതാ ജയലളിതയ്ക്ക് ശേഷം ചിന്നമ്മ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ശശികല മുഖ്യമന്ത്രിയാകുമ്പോൾ സംഭവിക്കുന്നതെന്ത്? ഈ കാർട്ടൂൺ കാണുക. മാറി മാറി വരുന്ന സ്ത്രീകളുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുകയാണ് പന്നീർശെൽവം അടക്കമുള്ള ആളുകൾ. അമ്മയ്ക്ക് മുന്നിലെന്ന പോലെ ചിന്നമ്മയ്ക്ക് മുന്നിലും അവർ കുമ്പിടുന്ന കാർട്ടൂൺ നമുക്കിന്ന് ലഭിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. കേരളത്തിൽ വേനൽ കനക്കുകയാണ്, ജലാശയങ്ങൾ വറ്റുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ചിത്രം നമുക്കൊന്ന് കാണാം. ഇത് ഒരു തിരുവനന്തപുരം ദൃശ്യമാണ്. വേനൽ ശക്തമായപ്പോൾ വറ്റിയ ജലാശയങ്ങൾ വിട്ട് പുതിയവ തേടിയെത്തുന്ന നീർക്കാക്കകളുടെ ചിത്രം ജനയുഗം അവസാന പുറത്ത് വന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.